നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കൊടിമരത്തിന് താഴെ വലിയൊരു കല്ലും ശ്രീകോവിലിനു ചുറ്റും ചെറിയ കല്ലുകളും കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ അറിയാതെ ഇതിൽ ചവിട്ടാറുമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവ വെറും കല്ലുകളാണോ? അല്ല. ക്ഷേത്രതന്ത്രശാസ്ത്രമനുസരിച്ച് ഇതിന് വലിയൊരു അർത്ഥമുണ്ട്. ക്ഷേത്രവും മനുഷ്യശരീരവും. ക്ഷേത്രത്തെ ഒരു മനുഷ്യശരീരമായാണ് സങ്കൽപ്പിക്കുന്നത്. ദേഹോ ക്ഷേത്രം. ശ്രീകോവിലിന് തല, വിഗ്രഹം ജീവൻ, നാലമ്പലം ഉടൽ, ഗോപുരം കാൽപാദം, വലിയ ബലിക്കല്ല് നാഭി അഥവാ പൊക്കിൾ. മനുഷ്യശരീരത്തിലെ നാഭിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും ഊർജ്ജപ്രവാഹമുള്ള സ്ഥലമാണ് വലിയ ബലിക്കല്ലിരിക്കുന്ന സ്ഥലം. അതിനാൽ അവിടെ അനാവശ്യമായി സ്പർശിക്കാനോ ചവിട്ടാനോ പാടില്ല. ആരെയാണ് പൂജിക്കുന്നത്? ഭഗവാന്റെ ഭഗവതിയുടെ സേവകരായ പരിവാര ദേവതകളാണിവ. പ്രധാന ദേവനെ കാണാൻ ചെല്ലുന്നതിനു മുൻപ് ദേവന്റെ കാവൽക്കാരായ ഇവർക്കും ഭക്ഷണം അഥവാ ഹവിസ് ബലി നൽകണമെന്ന സങ്കല്പമാണിത്. നാലമ്പലത്തിനുള്ളിലെ ചെറിയ കല്ലുകൾ അഷ്ടദിഗ്ബാലകരെ സൂചിപ്പിക്കുന്നു. ഇവർ ക്ഷേത്രത്തിന്റെ 8 ദിക്കുകളെയും കാത്തുസൂക്ഷിക്കുന്നു. തത്വചിന്ത. ബലി എന്നാൽ ത്യാഗമെന്നാണർത്ഥം. ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഭക്തൻ തന്റെ മനസ്സിലെ അഹങ്കാരം, ദേഷ്യം തുടങ്ങിയ ദുശ്ചിന്തകളെ ഈ വലിയ ബലിക്കല്ലിൽ ബലിയർപ്പിക്കണം അഥവാ ഉപേക്ഷിക്കണം. അങ്ങനെ മനസ്സ് ശുദ്ധമാക്കിയ ശേഷം മാത്രമേ ഭഗവാനെ ദർശിക്കാൻ പാടുള്ളൂ. അതാണ് വലിയ ബലിക്കല്ലിന്റെ തത്വം. ശീവേലി. ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും ശേഷം ശീവേലി നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രധാനദേവൻ തന്റെ പരിവാരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് നേരിട്ട് എഴുന്നള്ളി പരിശോധിക്കുന്ന ചടങ്ങാണിത്. ഈ സമയത്താണ് ശാന്തിക്കാരൻ എല്ലാ ബലിക്കല്ലുകളിലും ചോറും പൂവും ഇടുന്നത്. ഇത് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുക എന്ന സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഉപസംഹാരം. അതുകൊണ്ട് അടുത്ത തവണ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ബലിക്കല്ലുകളെ വെറും കല്ലുകളായി കാണാതെ നമ്മുടെ അഹങ്കാരത്തെ ഉപേക്ഷിക്കാനുള്ള സ്ഥലമായി കണ്ട് വന്ദിക്കുക. അറിഞ്ഞുകൊണ്ട് അതിൽ ചവിട്ടാതിരിക്കുക.